നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പ് വന്നിരിക്കുകയാണ്. സംസ്ഥാനത്ത് മസ്റ്ററിംഗ് ഒക്കെ ആരംഭിച്ചുവെങ്കിലും ജൂലൈ മാസത്തെ പെൻഷൻ വിതരണത്തിൻ്റെ ഡേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ ഇപ്പോൾ വളരെ വേഗം തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. സാധാരണഗതിയിൽ നിലവിൽ 25-നൊക്കെ ശേഷമാണ് വിതരണത്തെ സംബന്ധിച്ചുള്ള അറിയിപ്പുകളൊക്കെ വരാറുള്ളത്, അല്ലെങ്കിൽ വിതരണം ആരംഭിക്കാറുള്ളത്. എന്നാൽ സർക്കാരിൻ്റെ ഉത്തരവ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ്റെ വിതരണം 24-ാം തീയതി മുതൽ ആരംഭിക്കുമെന്നുള്ള പ്രധാന അറിയിപ്പാണ് ഈ സമയത്ത് വരുന്നത്. 24-ാം തീയതി വിതരണം ആരംഭിക്കും എന്ന് പറയുന്നുണ്ടെങ്കിലും അടുത്ത ആഴ്ചയോടെ ആയിരിക്കും വിതരണം പരമാവധി എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും എല്ലാം എത്തിച്ചേരുക. കാരണം വിതരണ കാര്യങ്ങളെല്ലാം തന്നെ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഏകോപിപ്പിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ DBT സംവിധാനം മുഖാന്തരമാണ് ഈ തുക എത്തിച്ചേരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്, പല പ്രോസസ്സുകളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി തന്നെയാണ് സർക്കാർ ഒരാഴ്ച സമയം അനുവദിച്ചിരിക്കുന്നത്. അതായത് ഓഗസ്റ്റ് മാസം 3-ാം തീയതി വരെയാണ് വിതരണത്തിന് വേണ്ടി സർക്കാർ സമയം അനുവദിച്ചിട്ടുള്ളത്. അതിനു മുൻപ് വിതരണം പൂർത്തിയാക്കണമെന്ന നിർദ്ദേശമാണ് സർക്കാർ ഉത്തരവിലൂടെ ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. 51 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് 2000 രൂപ വീതമാണ് ധനസഹായം ഇപ്പോൾ ക്രെഡിറ്റ് ആവാൻ പോകുന്നത്. കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കും 2000 രൂപ എത്തിച്ചേരും. അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്കും 2000 വീതം തന്നെ. ഇനി പ്രത്യേകിച്ച് ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മസ്റ്ററിംഗ് ചെയ്തവരുണ്ട്, മസ്റ്ററിംഗ് ചെയ്തവർക്കും ആനുകൂല്യമുണ്ട്. അതോടൊപ്പം തന്നെ മസ്റ്ററിംഗ് ചെയ്യാത്തവർക്കും ധനസഹായമുണ്ട്. മസ്റ്ററിംഗ് നിലവിൽ വിവിധ മേഖലകളിൽ ആരംഭിച്ചിട്ടേ ഉള്ളൂ. തുടക്ക സമയമാണ്. മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടി ഇനിയും നമ്മളുടെ മുൻപിൽ 2 മാസത്തോളമുണ്ട്. അപ്പോൾ ആ സമയപരിധിയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളിത് പൂർത്തിയാക്കിയാൽ മതിയാകും. ഇപ്പോൾ അനുവദിക്കുന്ന പെൻഷനൊന്നും തന്നെ ഒരു തടസ്സവും കൂടാതെ നമ്മളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിക്കോളും. മസ്റ്ററിംഗ് അതിനിപ്പോൾ തന്നെ പൂർത്തിയാക്കണമെന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡ് പെൻഷൻ്റെ കാര്യവും, ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണത്തിനും നിലവിൽ തുക അനുവദിക്കുന്നുണ്ട്. 1600 രൂപ ലഭിക്കേണ്ടവർ, അതോടൊപ്പം 2000 രൂപ ലഭിക്കുന്നവർ. അപ്പോൾ പല മേഖലകളിൽ വ്യത്യസ്ത രീതിയിലാണ് പെൻഷൻ എമൗണ്ട്. അപ്പോൾ ഈ ഒരു ആനുകൂല്യവും മുടക്കം കൂടാതെ വിതരണം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഫണ്ട് ഇപ്പോൾ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ചില ക്ഷേമനിധി ബോർഡുകളിൽ, പ്രത്യേകിച്ച് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡൊക്കെ ആണെങ്കിൽ മാസങ്ങളുടെ കുടിശ്ശിക ഉൾപ്പെടെയുണ്ട്. അപ്പോൾ ഓണത്തിനൊക്കെ മുമ്പ് നിശ്ചിത എണ്ണം ഗഡുക്കൾ അങ്ങനെയുള്ളവർക്ക് കൂടി ചിലപ്പോൾ സർക്കാർ വിതരണം ചെയ്യുമായിരിക്കും. കാരണം മുൻപും ഇതേ രീതിയിലാണ് മുൻ സർക്കാരൊക്കെ സമീപനങ്ങൾ സ്വീകരിച്ചിരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്കും ഒന്നിലധികം ഗഡുക്കൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ പ്രാവശ്യത്തെ, അതായത് ഇപ്പോൾ തുടരാൻ പോകുന്ന പെൻഷൻ വിതരണത്തിൽ പ്രത്യേക പരാമർശങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ പെൻഷൻ ഗുണഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു മറ്റ് ക്ഷേമനിധി ബോർഡിലൊക്കെ തടസ്സം കൂടാതെ ആനുകൂല്യം ലഭിക്കുമ്പോൾ കുടിശ്ശികയാകുന്ന ചില ക്ഷേമനിധി ബോർഡുകളുണ്ട്. പ്രവാസി ക്ഷേമനിധി ബോർഡ്, അതോടൊപ്പം തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്. അപ്പോൾ ഇവിടെയെല്ലാം തന്നെ സർക്കാർ ഉചിതമായ തീരുമാനം എത്രയും വേഗം സ്വീകരിക്കുമെന്ന ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പ്രവാസി ക്ഷേമനിധി ബോർഡിൻ്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. നിലവിലുള്ള പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലും നാളുകളുടെ കുടിശ്ശികയുണ്ട്. നമുക്ക് അർഹമായ ആനുകൂല്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് നൽകുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ എത്രയും വേഗം സർക്കാർ ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും തന്നെ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പ്രത്യേകിച്ച് ഓണമാണ് വരുന്നത്. സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയൊരു ആഘോഷമാണ്, ഉത്സവമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കേണ്ട പല ആനുകൂല്യങ്ങളും അത് കുടിശ്ശിക അടക്കമുള്ളത് ചിലപ്പോൾ സർക്കാർ നൽകാറുണ്ട്. അത് ഈ ഒരു മേഖലയിൽ പ്രത്യേകമായിട്ട് നൽകുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ. അപ്പോൾ പല മേഖലകളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട വിവിധ നിവേദനങ്ങൾ സർക്കാരിൻ്റെ പക്കലേക്ക് എത്തുന്നുണ്ട്. പല സംഘടനകൾ സർക്കാരിനെ നേരിട്ട് സമീപിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന, സാമൂഹിക സുരക്ഷ, ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ വാങ്ങുന്ന എല്ലാവരും ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, ഗ്രൂപ്പുകളിലേക്ക് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ഷെയർ ചെയ്യുക. പെൻഷൻ ഇനി അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്ന സമയത്ത് കൃത്യമായിട്ട് വീഡിയോയുടെ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.